നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ്. വിജയനഗര സാമ്രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന അതിപ്രശസ്തമായ ഒരു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. മുഗൾ ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. പോർച്ചുഗൽ രാജ്യവുമായിട്ട് അതേപോലെ തന്നെ ഫ്രാൻസൊക്കെ ആയിട്ട് നല്ല വിദേശ ബന്ധം പുലർത്തിയിരുന്ന ഒരു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. ഏകദേശം 3 നൂറ്റാണ്ട് കാലത്തോളം ദക്ഷിണേന്ത്യയിൽ സ്ഥിരവും സുസ്ഥിരവുമായ ഒരു ഭരണം നടത്തിയ രാജവംശം കൂടിയാണ് വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമാകുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക്ക് വംശം ഭരിക്കുമ്പോഴാണ്. തുഗ്ലക്ക് വംശത്തിൽ പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണകാലത്താണ് 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമാകുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് ഹരിഹരനും ബുക്കനുമാണ്. ബുക്കനും ഹക്കനും അല്ലെങ്കിൽ ഹരിഹരനും ബുക്കനും എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 2 സഹോദരങ്ങളാണ് ഈ പറയുന്ന രാജവംശം സ്ഥാപിച്ചിരിക്കുന്നത്. സംഗമ രാജവംശത്തിൻ്റെ സ്ഥാപകന്മാരായിരുന്നു ഇവർ. ഇവരുടെ തലസ്ഥാനം ഹംപി ആയിരുന്നു. ദക്ഷിണേന്ത്യയിലേക്കുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഈ പ്രദേശങ്ങൾ ആക്രമിക്കുകയും ഹംപി എന്ന പ്രദേശം ആക്രമിക്കുകയും ഇവിടെ നിന്നും ധാരാളം ആളുകളെ തടവുകാരായിട്ട് കൊണ്ടുപോവുകയും സൈന്യത്തിൽ എടുക്കുകയും മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെട്ട സഹോദരങ്ങളായിരുന്നു ഹരിഹരനും ബുക്കനും. ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനോടൊപ്പം പോകേണ്ടി വന്ന ഇവർ അവിടെ കഴിവ് തെളിയിച്ചതിനെ തുടർന്ന് ദക്ഷിണേന്ത്യയിലുള്ള കലാപങ്ങളെ അമർച്ച ചെയ്യുന്നതിനായിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് തന്നെ തിരികെ അയക്കപ്പെട്ടു. എന്നാൽ ദക്ഷിണേന്ത്യയിലെത്തിയ ഇവർ അവിടെ ഒരു ഗുരുവിനെ കണ്ടു. ഗുരു വിദ്യാരണ്യ അതല്ലെങ്കിൽ വേദാരണ്യ എന്നറിയപ്പെടുന്ന ഒരു ഹൈന്ദവ ഗുരു. ആ ഗുരുവിനോടൊത്തുള്ള ഇവരുടെ സഹവാസം ഇവരെ വീണ്ടും ഹൈന്ദവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുകയും ഹൈന്ദവ ധർമ്മം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധം സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് 1336 വിജയനഗരം എന്ന ഒരു സാമ്രാജ്യം സ്ഥാപിതമാകുന്നത്. തലസ്ഥാനം ഹംപി ആയിരുന്നു. ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് ആധുനിക കർണാടകത്തിലെ ഹംപി എന്ന് പറയുന്ന സ്ഥലം. ഇത് ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ് വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് തുംഗഭദ്ര എന്ന നദിയുടെ തീരത്താണ്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്തിരുന്നത്. ഇവരുടെ ഭരണഭാഷ തെലുങ്കായിരുന്നു. തെലുങ്ക് ഭാഷ സംസാരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യത്തിൽ പ്രധാനമായിട്ടും 4 രാജവംശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സംഗമ രാജവംശം, സള്ളുവ രാജവംശം, തുളുവ രാജവംശം, അരമിഡു രാജവംശം. അങ്ങനെ അരവിഡു, തുളുവ, സളുവ, സംഗമ എന്നിങ്ങനെ 4 രാജവംശങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സംഗമ വംശത്തിലെ പ്രശസ്ത ഭരണാധികാരിയുടെ പേരായിരുന്നു ദേവരായർ രണ്ടാമൻ എന്നായിരുന്നു സംഗമ രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയുടെ പേര്. സുലുവ രാജവംശത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് വീര നരസിംഹനെയാണ് സുലുവ രാജവംശത്തിൻ്റെ ഭരണാധികാരിയായിട്ട് കണക്കാക്കുന്നത്. അതേപോലെ അരവിഡു വംശത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് തിരുമല നായ്ക്കനെയാണ് അരവിഡു രാജവംശത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത്. അതേപോലെ തുളുവ നരസിംഹ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഏത് വംശത്തിൻ്റെ? തുളുവ വംശത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത്. സംഗമ രാജവംശത്തിൻ്റെ ഇത് ഹരിഹരനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ വിജയനഗര സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കൃഷ്ണദേവരായർ എന്നാണ് പറയുന്നത്. കൃഷ്ണദേവരായർ ബാബറിന് സമകാലികനായിട്ടുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. വളരെ പ്രശസ്തനായൊരു ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് നിരന്തരമായിട്ട് ബാമിനി സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ ചക്രവർത്തിമാർ അല്ലെങ്കിൽ സുൽത്താൻമാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു യുദ്ധം പോലും ഇദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല എന്നതായിരുന്നു വാസ്തവം. തെലുങ്ക് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ്. തെലുങ്ക് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് അഭിനവ ഭോജൻ, ആന്ധ്രാഭോജൻ, ആന്ധ്ര പിതാമഹൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. ഇപ്പോൾ കൃഷ്ണദേവരായർ അറിയപ്പെടുന്ന പേരുകളാണ് അഭിനവ ഭോജൻ, ആന്ധ്രാഭോജൻ, ആന്ധ്ര പിതാമഹൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായർ നല്ലൊരു സാഹിത്യ വാസനയുള്ള ഭരണാധികാരി കൂടിയായിരുന്നു. അദ്ദേഹം ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രസിദ്ധമായ കൃതികളാണ് അമുക്തമല്യാത, ജാമ്പവതി കല്യാണം, ഉഷാപരിണയം, സത്യവതി പരിണയം, ജ്ഞാനചിന്താമണി എന്നിവ.
അമുക്തമല്യാത, ജാമ്പവതി കല്യാണം, ഉഷാപരിണയം, സത്യവതി പരിണയം, ജ്ഞാനചിന്താമണി എന്നിവ കൃഷ്ണദേവരായരുടെ പ്രധാന കൃതികളാണ്. രാജ്യതന്ത്രത്തെയും ഭരണതന്ത്രത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കൃഷ്ണദേവരായരുടെ കൃതിയാണ് അമുക്തമല്യാത എന്ന് പറയുന്നത്. രാജ്യതന്ത്രത്തെയും ഭരണതന്ത്രത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കൃഷ്ണദേവരായരുടെ കൃതിയുടെ പേരാണ് അമുക്തമല്യാത. രാജ്യതന്ത്രത്തെയും ഭരണതന്ത്രത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കൃഷ്ണദേവരായരുടെ കൃതിയുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് അത്? അമുക്തമല്യാത എന്ന കൃതിയാണ് രാജ്യതന്ത്രത്തെയും ഭരണതന്ത്രത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. കൃഷ്ണദേവരായർക്കൊരു പണ്ഡിത സദസ്സുണ്ടായിരുന്നു. ഈ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്ന പേര് അഷ്ടദിഗ്ഗജങ്ങൾ എന്നായിരുന്നു. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗ്ഗജസ് എന്നായിരുന്നു. അഷ്ടദിഗ്ഗജങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരായിരുന്നു അല്ലസാനി പടന്ന എന്ന് പറയും. അപ്പോൾ ആരായിരുന്നു അല്ലസാനി പടന്ന എന്ന് ചോദിച്ചാൽ തെലുങ്ക് കവിതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലസാനി പടന്ന. അഷ്ടദിഗ്ഗജങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അല്ലസാനി പടന്ന. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറയുന്നത് കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സിനെയാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇതേപോലെ കൃഷ്ണദേവരായരുടെ സദസ്സിൽ ഒരു വിദൂഷകനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു തെന്നാലി രാമൻ എന്നത്. കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകൻ്റെ പേരായിരുന്നു തെന്നാലി രാമൻ. വികടകവി എന്ന പേരിൽ അറിയപ്പെടുന്നതും തെന്നാലി രാമൻ തന്നെയാണ്. വിദൂഷകനും വികടകവിയുമെല്ലാമായിരുന്നത് ഒരു വ്യക്തിയാണ്, തെന്നാലി രാമനായിരുന്നു. അക്ബർ ചക്രവർത്തിക്ക് ബീർബൽ എപ്രകാരമായിരുന്നു അതേപോലെയായിരുന്നു കൃഷ്ണദേവരായർക്ക് തെന്നാലി രാമൻ പ്രവർത്തിച്ചിരുന്നത്. കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ചൊരു പോർച്ചുഗീസ് സഞ്ചാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡൊമിനിക്കോ പയസ് എന്ന് പറയും. കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേരാണ് ഡൊമിനിക്കോ പയസ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനം അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അസ്തമനത്തിന് കാരണമായ ഒരു യുദ്ധമാണ് 1565 നടന്ന തളിക്കോട്ട യുദ്ധം എന്ന് പറയുന്നത്. 1565 നടന്ന തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം. വിജയനഗരത്തിൻ്റെ വാട്ടർലൂ യുദ്ധമെന്നും ബെണിഹാട്ടി യുദ്ധമെന്നും രാക്ഷസ തങ്കടി യുദ്ധമെന്നുമൊക്കെ അറിയപ്പെടുന്ന യുദ്ധമാണ് ഈ പറയുന്ന തളിക്കോട്ട യുദ്ധം എന്ന് പറയുന്നത്. തളിക്കോട്ട യുദ്ധം നടന്ന വർഷം 1565. വിജയനഗരത്തിൻ്റെ വാട്ടർലൂ യുദ്ധമെന്നും അതേപോലെ ബെണ്ണിഹാട്ടി യുദ്ധമെന്നും രാക്ഷസ തങ്കടി യുദ്ധമെന്നും അറിയപ്പെടുന്നത് തളിക്കോട്ട യുദ്ധമാണ്. ഇതിന് രാക്ഷസ തങ്കടി എന്ന് പേര് വരാൻ കാര്യം 2 ഗ്രാമങ്ങളുണ്ട് ആന്ധ്രയിൽ. ഒരു ഗ്രാമത്തിൻ്റെ പേര് രാക്ഷസായി എന്നും മറ്റൊരു ഗ്രാമത്തിൻ്റെ പേര് തങ്കിടി എന്നുമാണ്. അങ്ങനെ രാക്ഷസായി എന്നും തങ്കിടി എന്നും പറയുന്ന 2 ഗ്രാമങ്ങളുടെ സംഗമ ഭൂവിൽ വെച്ച് നടന്ന യുദ്ധമായതിനാലാണ് ഇതിനെ രാക്ഷസ തങ്കിടി യുദ്ധം എന്നും വിശേഷിപ്പിക്കുന്നത്. ഇനി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ അവിടെ അവർ ഉപയോഗിച്ചിരുന്നത് നായക എന്ന് പറയുന്നൊരു സമ്പ്രദായമായിരുന്നു. നായക സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഭരണ സമ്പ്രദായം അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഭരണ സംവിധാനത്തിനെയാണ് നായക സമ്പ്രദായം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് നായക സമ്പ്രദായം എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്ര ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് നായക സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതായത് കേന്ദ്രീകൃത ഭരണ സംവിധാനത്തെ അവർ കോമൺ ആയിട്ട് വിളിച്ച പേരാണ് നായക സമ്പ്രദായം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഈ നായക സമ്പ്രദായത്തിൽ സൈന്യാധിപന്മാരായിട്ടുള്ള നായ്ക്കന്മാർക്ക് സേവനങ്ങൾക്ക് പകരമായിട്ട് അവർക്ക് പതിച്ചു കൊടുത്തിരുന്ന ഭൂമിയാണ് അമരം എന്ന് പറയുന്നത്. അപ്പോൾ നായക സമ്പ്രദായം വെച്ചാൽ കേന്ദ്ര ഭരണ സംവിധാനമാണ്. ഈ ഭരണ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് സൈനിക സേവനത്തിനെയായിരുന്നു. അപ്പോൾ സൈനിക സേവനത്തിന് ഉപയോഗിക്കുന്ന സൈന്യാധിപന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട്. ഈ സൈന്യാധിപന്മാർക്ക് അവരുടെ സേവനങ്ങൾക്ക് പകരമായിട്ട് ശമ്പളത്തിന് പകരമായിട്ട് കൊടുത്തിരുന്നത് ഭൂമിയായിരുന്നു. ആ ഭൂമി അറിയപ്പെട്ട പേരായിരുന്നു അമരം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് സേവനങ്ങൾക്ക് പ്രത്യുപകാരമായിട്ട് സൈനികർക്കും സൈനിക തലവന്മാർക്കും നൽകിയിരുന്ന ഭൂമി, ആ ഭൂമിയാണ് അമരം എന്ന് പറയുന്ന ഭൂമി. ഇത് കരം ഒഴിവായ ഭൂമിയായിരുന്നു. കാരണം അമരം എന്ന് പറയുന്ന ഭൂമിയിൽ നിന്നും നികുതി പിരിക്കേണ്ട ആവശ്യം ഇല്ല. അത് സൈനിക തലവന്മാർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഭൂമിയാണ്. ഈ ഭൂമിയിൽ നിന്നും, അതായത് അമരഭൂമിയിൽ നിന്നും കരം പിരിക്കാനും അങ്ങനെ പിരിച്ചെടുക്കുന്ന കരം ഉപയോഗിച്ച് ഭരണം നടത്തുവാനുമുള്ള അവകാശം ഈ പറയുന്ന സൈനിക തലവന്മാർക്കായിരുന്നു കൊടുത്തിരുന്നത്. ഇതാണ് നായകർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതായത് നികുതി പിരിക്കുവാനുള്ള അവകാശം മുഴുവനും ഈ നായക സമ്പ്രദായത്തിൽ സേനാ നായകന്മാർക്ക് നൽകിയിരുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിജയനഗരത്തിൽ പ്രാദേശിക ഭരണത്തിനുള്ള സംവിധാനം അറിയപ്പെട്ട പേരായിരുന്നു അയ്യങ്കാർ സംവിധാനം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വിജയനഗര ഭരണകാലത്ത് പ്രാദേശിക ഭരണ സംവിധാനം അറിയപ്പെട്ടത് അയ്യങ്കാർ ഭരണമെന്നും കേന്ദ്ര ഭരണം അറിയപ്പെട്ടത് നായക്കാർ ഭരണം എന്നുമായിരുന്നു. ഗ്രാമങ്ങളുടെ ഭരണത്തിനായിട്ട് വിജയനഗര കാലത്ത് നിലനിന്ന സമ്പ്രദായത്തിനെയാണ് അയ്യങ്കാർ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നഗരങ്ങളും അതേപോലെ തന്നെ കേന്ദ്ര ഭരണത്തിന് ഉപയോഗിച്ച സമ്പ്രദായം നായക സമ്പ്രദായമാണെങ്കിൽ
ഗ്രാമങ്ങളുടെ ഭരണത്തിനായിട്ട് അഥവാ പ്രാദേശിക ഭരണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന സംവിധാനമാണ് അയ്യങ്കാർ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയുടെ പേരായിരുന്നു ശ്രീരംഗരായർ എന്ന് പറയും. ശ്രീരംഗരായർ ആയിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവ്. ശ്രീരംഗരായർ മൂന്നാമനായിരുന്നു ഇവിടുത്തെ രാജാവ്. വിജയനഗര സാമ്രാജ്യത്തിന് സമാന്തരമായി നിലനിന്നിരുന്ന മറ്റൊരു സാമ്രാജ്യമായിരുന്നു ബാമിനി സാമ്രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബാമിനി സാമ്രാജ്യം എന്ന് അറിയപ്പെട്ട ഒരു സാമ്രാജ്യം. ഇതൊരു മുസ്ലിം സാമ്രാജ്യം ആയിരുന്നു എന്നതാണ് പ്രത്യേകത. ബാമിനി സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നതും ദക്ഷിണ ഇന്ത്യ തന്നെയായിരുന്നു. ആ ബാമിനി സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. സുൽത്താൻമാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നതിനാൽ അതറിയപ്പെട്ട പേര് ബാമിനി സുൽത്താനേറ്റ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. മധ്യകാലഘട്ടത്തിൽ ഡെക്കാൻ പ്രദേശം ഭരിച്ച പ്രമുഖ മുസ്ലിം രാജവംശത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ സാമ്രാജ്യത്തിനെയാണ് നമ്മൾ ബാമിനി സുൽത്താനേറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചിരുന്നത്. ബാമിനി സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മളിനി നോക്കുവാൻ പോകുന്നത്. ബാമിനി സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1347 മുതൽ 1526 വരെയുള്ളൊരു കാലഘട്ടമാണ് ബാമിനി സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏകദേശം മധ്യകാലഘട്ടത്തിൽ ഡെക്കാൻ ഭരിച്ച ഒരു പ്രമുഖ സാമ്രാജ്യമായിരുന്നു ഈ പറയുന്ന ബാമിനി സുൽത്താനേറ്റ് എന്ന് നമുക്കറിയാം. 1347 ബാമിനി സാമ്രാജ്യം സ്ഥാപിതമാകുന്നത് എന്ന് നമുക്കറിയാം. വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമ്രാജ്യമായിരുന്നു ഈ പറയുന്ന ബാമിനി സാമ്രാജ്യം. കാരണം വടക്കേ ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ സാമ്രാജ്യമായിരുന്നുവെങ്കിൽ അവരുടെ ഭരണക്രമത്തോട് സാദൃശ്യമുള്ളൊരു ഭരണക്രമം ആയിരുന്നു ഈ ബാമിനി സാമ്രാജ്യത്തിൻ്റേത്. ബാമിനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് അലാവുദ്ദീൻ ഹസൻ ബമൻ ഷാ, അല്ലെങ്കിൽ അലാവുദ്ദീൻ ബമൻ ഷാ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹസൻ ഗംഗു എന്നുള്ള വിളിപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ബാമിനി സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹി സുൽത്താനായിട്ട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. ഈ പറയുന്ന ഹസൻ ഗംഗുവാണ് ഇതിൻ്റെ സ്ഥാപകൻ. 1347 ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അലാവുദ്ദീൻ ഹസൻ ബമൻ ഷാ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് ബീഡാർ ആയിരുന്നു തലസ്ഥാനമായിട്ട് മാറ്റപ്പെട്ടത്. അപ്പോൾ ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ട് ഗുൽബർഗയായിരുന്നു ഉണ്ടായിരുന്നെന്നും പിൽക്കാലത്ത് ഇത് ബീഡാർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബാമിനി സാമ്രാജ്യത്തിലെ പ്രശസ്തനായ സുൽത്താൻ്റെ പേരായിരുന്നു ഫിറോസ് ഷാ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹമാണ് ബാമിനി സാമ്രാജ്യത്തിൽ ഒരു വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ഫിറോസ് ഷാ എന്ന സുൽത്താനായിരുന്നു. ഫിറോസ് ഷായെ തോൽപ്പിച്ച വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേരായിരുന്നു വിജയനഗര സാമ്രാജ്യവും ബാമിനി സാമ്രാജ്യവും തമ്മിൽ നിരന്തരമായിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന പതിവുണ്ടായിരുന്നു. റേച്ചൂർ ദോബ് എന്ന് പറയുന്ന കൃഷ്ണ തുംഗഭദ്ര നദികൾക്കിടയിലുള്ള ഒരു ഉയർന്ന കൃഷിപ്രദേശത്തെ ചൊല്ലിയായിരുന്നു മിക്കവാറും വിജയനഗര സാമ്രാജ്യവും അതേപോലെ ബാമിനി സാമ്രാജ്യവും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഈ ബാമിനി സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു മഹ്മൂദ് ഗവാൻ എന്നാണ് പറയുന്നത്. നമ്മൾ പ്രധാനമന്ത്രി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു ഈ മഹ്മൂദ് ഗവാൻ. അദ്ദേഹം ബാമിനി സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. ബാമിനി സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് കലീം ഉള്ള എന്നാണ് അറിയപ്പെടുന്നത്. കലീം ഉള്ള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്ന സാമ്രാജ്യം തകരുന്നതിനും അതേപോലെ അവർ സ്വാതന്ത്ര്യം നേടുന്നതിനുമൊക്കെ ഇടയാക്കിയ യുദ്ധമെന്ന് കണക്കാക്കപ്പെടുന്നത് 1526 ഒന്നാമത്തെ പാനിപ്പട്ട് യുദ്ധമാണ് ഇതിന് കണക്കാക്കപ്പെടുന്നത്. കാരണം മറ്റൊന്നും ആയിരുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ബാമിനി സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് ഡൽഹി സുൽത്താൻമാരുടെ കീഴിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡൽഹി സുൽത്താൻമാർ തകർന്നുപോയി, ലോധി സുൽത്താൻമാർ തകർന്നുപോയൊരു കാലഘട്ടമാണ് 1526 നടന്ന ഒന്നാമത്തെ പാനിപ്പട്ട് യുദ്ധം. അതോടുകൂടിയാണ് ഈ ബാമിനി സാമ്രാജ്യം ദക്ഷിണേന്ത്യയിൽ ഗംഭീരമായ രീതിയിൽ വളർന്ന് പന്തലിക്കുവാനായിട്ട് ഇടം നൽകിയത് എന്നും നമുക്ക് അറിവുള്ള കാര്യമാണ്. ഈ പറയുന്ന ബാമിനി സാമ്രാജ്യം ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബാമിനി സാമ്രാജ്യത്തിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന മഹ്മൂദ് ഗവാൻ എന്ന് പറയുന്നത് അദ്ദേഹം കൊല ചെയ്യപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം രാജാക്കന്മാരെ നിയന്ത്രിച്ച് ഭരണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി ഈ പറയുന്ന മഹ്മൂദ് ഗവാൻ ആയിരുന്നു. അതുകൊണ്ട് ചതിയുടെ പരിണിത ഫലമായിട്ടാണ് മഹ്മൂദ് ഗവാൻ കൊല ചെയ്യപ്പെട്ടിരുന്നത്. ഈ പറയുന്ന ബാമിനി സാമ്രാജ്യം 1526 ശേഷം പല പല കഷണങ്ങളായിട്ട് ചിതറിത്തെറിച്ച് പോവുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡൽഹി സുൽത്താനേറ്റുകൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബാമിനി സാമ്രാജ്യം തകർന്നതിനെ തുടർന്ന് ഏകദേശം ഒരു 5ഓളം ചെറിയ രാജ്യങ്ങളുടെ രൂപം കൊണ്ടിരുന്നു. ആ രാജ്യങ്ങളുടെ പേരുകളായിരുന്നു അഹമ്മദ് നഗർ എന്ന് പറയുന്നത്. അഹമ്മദ് നഗർ ഭരിച്ചിരുന്നത് നിസാം ഷാഹി എന്ന് പറയുന്ന രാജവംശമായിരുന്നു. നിസാം ഷാഹികളാണ് അഹമ്മദ് നഗർ ഭരിച്ചിരുന്നത്. അതേപോലെ ബേരാർ ഭരിച്ചിരുന്നത് ഇമാദ് ഷാഹിയും, ബീജാപൂർ ഭരിച്ചിരുന്നത് ആദിൽ ഷാഹിയും, ഗോൽക്കൊണ്ട ഭരിച്ചിരുന്നത് കുത്തബ് ഷാഹിയും, ബീഡാർ ഭരിച്ചിരുന്നത് ബരീദ് ഷാഹിയുമായിരുന്നു. ഇതിൽ കുലി
കുത്തബ് ഷാ എന്ന പേര് നമുക്ക് പരിചിതമാണ്. ഖുലി കുത്തബ് ഷാ എന്നുള്ള പേര് നമുക്ക് പരിചയമാണ്. ചാർമിനാർ പണികഴിപ്പിച്ച വ്യക്തിയാണ് ഖുലി കുത്തബ് ഷാ. ഇദ്ദേഹമാണ് ഹൈദരാബാദ് എന്നുള്ള തലസ്ഥാന നഗരവും പണികഴിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത്. ബീജാപ്പൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമാണ് ഗോൽ ഗുംബസ് എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കുംഭഗോപുരങ്ങളിൽ ഒന്നാണ് ഗോൽ ഗുംബസ് എന്ന് പറയുന്നത്. ഡെക്കാൻ സുൽത്താനേറ്റിലെ വിവിധ രാജ്യങ്ങളുടെ സംയുക്തമായൊരു സൈന്യമാണ് തളിക്കോട്ടയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഈ വിജയനഗര സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയിരുന്നത്. വിജയനഗര സാമ്രാജ്യവും ബാമിനി സാമ്രാജ്യവുമായിരുന്നു ദക്ഷിണേന്ത്യ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന സാമ്രാജ്യങ്ങളെന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. ഇനി ഇതേപോലെ നമുക്ക് പഠിക്കുവാനുള്ള അടുത്തൊരു രാജവംശമാണ് സൂർ രാജവംശമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രാജവംശം. അല്ല, സൂർ രാജവംശം നമുക്കറിയാം. ആരായിരുന്നു സൂർ രാജവംശത്തിലെ ഭരണാധികാരി എന്ന് ചോദിച്ചാലും നമുക്കറിയാം. അല്ലെങ്കിൽ ആരായിരുന്നു സൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ അതും നമുക്കറിവുള്ള കാര്യമാണ്. അത് മറ്റാരും ആയിരുന്നില്ല. ആരായിരുന്നു? അതാണ് ഷേർഷാ സൂരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന പ്രദേശം ഭരിച്ച വ്യക്തി എന്ന് പറയുന്നത്. ഷേർഷാ സൂരി. ഷേർഷാ സൂരി ആരായിരുന്നു എന്ന് ചോദിച്ചാലും വളരെ വ്യക്തമായ ധാരണ നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. ആരായിരുന്നു ഷേർഷാ സൂരി? ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ഷേർഷാ സൂരി എന്ന് നമുക്കറിയാം, അല്ലെ? ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് 1540 ചൗസ യുദ്ധം അല്ലെങ്കിൽ കനോജി യുദ്ധത്തിലൂടെ ഷേർഷാ സൂരി എന്ന് പറയുന്ന ഭരണാധികാരി ആരെ പരാജയപ്പെടുത്തി? ഹുമയൂണിനെ പരാജയപ്പെടുത്തി. 1540 മുതൽ 1555 വരെയുള്ള 15 വർഷക്കാലം ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയ അഫ്ഗാൻ വംശജരായ മുസ്ലിം രാജവംശമാണ് സൂർ രാജവംശം. ഇതിൽ ഏകദേശം 1540 മുതൽ 45 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഭരിച്ചത് ഷേർഷാ തന്നെയായിരുന്നു കേട്ടോ. ഇവരുടെ തലസ്ഥാനം, ഷേർഷയുടെ തലസ്ഥാനമായിട്ടുണ്ടായിരുന്നത് ബീഹാറിലെ സസാറം എന്ന് പറഞ്ഞ പ്രദേശമായിരുന്നു. സസാറം. ഷേർഷയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും സസാറത്താണ്. സസാറം ഒക്ടഗോണൽ ഷേപ്പ്, അതായത് 8 കോണുകളോട് കൂടിയിട്ടുള്ള ഒരു സ്മൃതി മണ്ഡപം അല്ലെങ്കിൽ ശവകുടീരമാണ് ഷേർഷയുടേത്. ചൗസ യുദ്ധത്തിലും കനോജി യുദ്ധത്തിലും മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ഷേർഷാ സൂരി. സൂർവംശത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് ഷേർഷാ സൂരി അറിയപ്പെടുന്നത്. ഷേർഷയെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ഷേർഷയ്ക്ക് ഒരു പഴയ പേരുണ്ട്. ഷേർഷയുടെ പേരെന്താണ്? ഫരീദ് ഖാൻ എന്നായിരുന്നു ഷേർഷയുടെ പഴയ പേര്. 1540 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഡൽഹി ഭരിച്ചത്. ചെറുപ്പക്കാലത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു കടുവയെ വകവരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കടുവയെ വധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ എന്താണ് ഷേർഷാ എന്ന് പേരിട്ട്, അല്ലെങ്കിൽ ഷേർ ഖാൻ എന്ന് പേരിട്ട് വിളിച്ചിരുന്നത്. അങ്ങനെ ബീഹാറിലെ രാജാവായ ബെഹർ ഖാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നായാട്ടിനായിട്ട് നമ്മളുടെ ഈ ഫരീദിനെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയ ഫരീദ് എന്ത് സംഭവിച്ചു? ഒരു മൃഗം ആക്രമിക്കാൻ വന്നപ്പോൾ, അത് കടുവ എന്ന് പറഞ്ഞൊരു മൃഗമായിരുന്നു. കടുവ കയറി രാജാവിനെയും കൂട്ടുകാരെയും ആക്രമിക്കാൻ വന്നപ്പോൾ ഷേർഖാനും കടുവയും തമ്മിൽ മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയും കടുവയെ ശ്വാസം മുട്ടിച്ച് ഷേർഖാൻ കൊലപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇദ്ദേഹത്തിന് ഷേർഖാൻ എന്ന് പറഞ്ഞൊരു പേര് കിട്ടുന്നത്. ഇന്ത്യൻ അല്ലെ ഷേർഖാൻ്റെ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഷേർഷായുടെ കണ്ടുപിടുത്തങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ രൂപയുടെ മുൻഗാമി എന്ന് പറയുന്നത് റുപ്യ ആണ്. ഈ റുപ്യ എന്ന് പറയുന്നത് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഷേർഷയാണ്. അപ്പം റുപ്പയുടെ മുൻഗാമി ആരെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം, റുപ്പിയ എന്ന് പറയുന്നൊരു നാണയമാണ്. ഇത് അവതരിപ്പിച്ചതാരാണ്? ഷേർഷയാണ്. ഇതേപോലെ ഷേർഷാ മോഹർ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ നാണയവും ദാം എന്ന് പറയുന്ന ഒരു ചെമ്പ് നാണയവും ഒക്കെ പുറത്തിറക്കിയ ഭരണാധികാരിയാണ് ആര്? ഷേർഷാ എന്ന് പറയുന്നത്, അല്ലേ? ഷേർഷാ ജാഗിർ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു ജമീന്ദാരി സമ്പ്രദായമൊക്കെ ഇവിടെ നിർത്തലാക്കിയിട്ടുണ്ട്. അതേപോലെ ഹുമയൂണിൻ്റെ ദിൻബന്ന എന്ന് പറയുന്ന നഗരത്തെ വികസിപ്പിച്ചിട്ട് അതിന് ഷേർഗഡ് എന്ന ഒരു പേരും കൂടി നൽകിയിട്ടുണ്ട് കേട്ടോ. ഹുമയൂണിൻ്റെ ദിൻബന്ന എന്നൊരു നഗരം വികസിപ്പിക്കുകയും അതിന് ഷേർഗഡ് എന്ന പേര് നൽകുകയും ചെയ്തത് മറ്റാരുമല്ല, ഈ പറയുന്ന ഷേർഷയാണ്. ചരിത്ര നഗരമാണ്. പാടലിപുത്രം എന്ന് പറയുന്നത് ചരിത്ര നഗരമാണ്. അശോകൻ്റെ കാലഘട്ടത്തിലാണ് ഇതിന് പാടലിപുത്രം എന്നുള്ള പേര് ലഭ്യമാകുന്നത്. ഈ പാടലിപുത്രത്തെ വികസിപ്പിച്ചിട്ട് പാറ്റ്ന എന്നൊരു പേര് നൽകിയതാരാണത്? ഷേർഷ തന്നെയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക പരിഷ്കരണ കാലത്ത് കുതിരയ്ക്ക് ചാപ്പ കുത്തുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മറ്റാരുമല്ല, അതാര് തന്നെയാണ്? അത് നമ്മളുടെ ഈ ഷേർഷാ സൂരി തന്നെയാണ്. അതുപോലെ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് കത്തുകൾ എത്തിക്കുന്ന തപാൽ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരിയും ഷേർഷാ തന്നെയായിരുന്നു. അപ്പോൾ ഷേർഷയുടെ കാലത്തെ തപാൽ സംവിധാനം എന്ന് പറയുന്നത് കാര്യക്ഷമമായ ഒരു തപാൽ സംവിധാനമായിരുന്നു. അതേപോലെ അദ്ദേഹം പണി കഴിപ്പിച്ച മറ്റൊരു വാതിലാണ് ഖുനി ദർവാസ എന്നാണ് പറയുന്നത്. ഖുനി ദർവാസ നമ്മുടെ ഫിറോസ് ഷാ കോട്ട്ലയുടെ കവാടമാണ് ഖുനി ദർവാസ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അതേപോലെ ഷേർഷയുടെ പണ്ഡിതരായ ഒരു സദസ്യൻ, അല്ലെങ്കിൽ ഷേർഷയുടെ കൊട്ടാരത്തിലെ സദസ്യനായിരുന്നൊരു കവിയുണ്ട്. ആ കവിയുടെ പേരാണ് മാലിക് മുഹമ്മദ് ജയ്സി എന്നാണ് പേര്, അല്ലേ? മാലിക് മുഹമ്മദ് ജയ്സിയാണ്. ഈ മാലിക് മുഹമ്മദ് ജയ്സി എഴുതിയൊരു കൃതിയുണ്ട്, അതാണ് പത്മാവത് എന്നാണ് പറയുന്നത്. പത്മാവത് അതായത് അലാവുദ്ദീൻ ഖിൽജിയുടെയും ചിറ്റൂരിലെ റാണി പത്മാവതിയുടെയും കഥ പറയുന്ന ഒരു
നോവൽ അല്ലെങ്കിൽ ഒരു കൃതിയാണ് ഏതെന്ന് പറയുന്നത് മാലിക് മുഹമ്മദ് ജയ്സി എഴുതിയ പത്മാവത് എന്ന് പറയുന്നത്. ഈ ഷേർഷയുടെ കാലത്ത് ഭൂനികുതിയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായത്തിൻ്റെ പേരാണ് കബൂലിയത്ത് എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ് നികുതി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ ദേശീയപാതയായിട്ട് കണക്കാക്കുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പേരാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരിയും മറ്റാരുമല്ല, അതും ഷേർഷാ സൂരി തന്നെയാണ്. ഇതേപോലെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയും അമൃതസറുമാണ് അല്ലെ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ആ നഗരങ്ങളാണ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരങ്ങളാണ് കൽക്കത്തയും അമൃതസറുമാണ്. ഇതിനെ ലോങ് വാക്ക് എന്നും സഡക് ഇ അസം എന്നുമൊക്കെയുള്ള പേരുകളിൽ വിളിക്കാറുണ്ട് കേട്ടോ. ലോങ് വാക്ക് എന്നും സഡക് ഇ അസം എന്നീ പേരുകളിലേക്ക് അറിയപ്പെടുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആണ്. അതേപോലെ 1534 ഷേർഷാ അധികാരത്തിലെത്തുന്നത് സൂരജ് ഗഡ് എന്ന് പറയുന്നൊരു യുദ്ധത്തിൽ ബീഹാറിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ലഭിക്കുന്നതിലൂടെയാണ് കേട്ടോ. 1534 സൂരജ് ഗഡ് യുദ്ധത്തിൽ ബീഹാറിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഷേർഷയ്ക്ക് ലഭിക്കുന്നതോടുകൂടിയാണ് ഷേർഷാ ചിത്രത്തിൽ തെളിഞ്ഞു വരുന്നത്. 1538 ഷേർഷാ ബംഗാളിനെ ആക്രമിക്കുകയും അവിടെയുണ്ടായിരുന്ന നവാബായിരുന്ന ഗിയാസുദ്ദീൻ ഷായെ കീഴടക്കുകയും ചെയ്തു. പക്ഷേ ഹുമയൂണിൻ്റെ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ കാരണം ബംഗാൾ പൂർണ്ണമായിട്ട് കീഴടക്കാനായിട്ട് നമ്മുടെ ഷേർഷയ്ക്ക് സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും 1539 നടന്ന ചൗസായി യുദ്ധത്തിൽ വെച്ചിട്ട് ഹുമയൂണിനെ ഷേർഷാ പരാജയപ്പെടുത്തി. മാത്രമല്ല 1540 വെച്ചിട്ട് വീണ്ടും ഒരു തുടർ യുദ്ധമുണ്ടായി. ഈ തുടർ യുദ്ധം അറിയപ്പെടുന്ന പേരാണ് കനൂജ് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ 1539 ചൗസായി യുദ്ധത്തിലും 1539 ചൗസായി യുദ്ധത്തിലും 1540 കനൂജ് യുദ്ധത്തിലും പരാജയപ്പെട്ടു പോയ ഹുമയൂൺ ഇന്ത്യ വിട്ടു പോകുവാനായിട്ട് നിർബന്ധിതനായി. അല്ല, ഭരണകാര്യങ്ങളിൽ അക്ബറുടെ മുൻഗാമി എന്നാണ് കൃത്യമായി നമുക്ക് ഷേർഷയെ പറ്റി വിവക്ഷിക്കുവാൻ സാധിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ അക്ബറുടെ മുൻഗാമി എന്നാണ് ഷേർഷാ കൃത്യമായിട്ട് അറിയപ്പെടുന്നത്. അതേപോലെ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള റോഹ്താങ് കോട്ട അല്ല, റോഹ്താങ് കോട്ട എന്ന് പറഞ്ഞിട്ടൊരു കോട്ടയുണ്ട്. പാകിസ്ഥാനിലാണ് ആ കോട്ടയുള്ളത്. അപ്പോൾ റോഹ്താങ് കോട്ട ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അതേപോലെ ഭേര എന്ന് പറയുന്നൊരു നഗരവുമുണ്ട്, അതും എവിടെയാണ്? പാകിസ്ഥാനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പാകിസ്ഥാനിൽ കാണപ്പെടുന്ന റോഹ്താങ് കോട്ട, ഭേര എന്നീ നഗരങ്ങൾ നിർമ്മിച്ച വ്യക്തി ആരാണ്? അത് ഷേർഷാ സൂരിയാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഡൽഹിയുടെ ഭരണാധികാരിയായി മാറ്റപ്പെട്ട ഷേർഷാ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒട്ടനവധി നഗരങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ഡൽഹി ഒരു സുശക്തമായ ഒരു ഭരണസിരാ കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്തു. ഇക്കാലത്ത് അദ്ദേഹം കീഴടക്കിയത് ഒരു പ്രദേശമാണ് കളിഞ്ചാർ കോട്ട എന്ന് പറയും. മധ്യപ്രദേശിലുള്ള കളിഞ്ചാർ കോട്ട എന്ന് പറയുന്നത് കീഴടക്കുന്ന ആ ഒരു ശ്രമത്തിനിടയിലാണ് ഷേർഷാ സൂരിയുടെ മരണം സംഭവിക്കുന്നത്. അതായത് കോട്ട കീഴടക്കുന്നതിന് വേണ്ടിയിട്ട്, കോട്ടവാതിലുകൾ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് റോക്കറ്റ് ആക്രമണം നടത്തുന്നതിന് നിർദ്ദേശിച്ച ഷേർഷാ കോട്ടയുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധപോരാട്ടങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സംഭരിച്ചിരുന്ന വെടിമരുന്ന് ശാലയുടെ മുകളിലത്തെ നിലയിൽ എത്തിപ്പെടുന്ന സമയത്ത് കോട്ട പൊളിക്കുന്നതിന് ഉപയോഗിച്ച ഒരു റോക്കറ്റ് കോട്ടമതിൽ തട്ടി തിരിച്ച് ഈ പറയുന്ന മിസൈൽ സംഭരണ കേന്ദ്രത്തിലേക്ക് വരികയും ആ ഒരു മിസൈൽ സംഭരണ കേന്ദ്രത്തിന് തീപിടിക്കുകയും സ്ഫോടനമുണ്ടാവുകയും ആ സ്ഫോടനത്തിൽ ആ കോട്ടയിൽ ഉണ്ടായിരുന്ന ഷേർഷാ മരണപ്പെടുകയും ചെയ്തു എന്ന രീതിയിലാണ് ചരിത്ര പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ 1545 കലൈഞ്ചർ കോട്ട പിടിച്ചെടുക്കുന്നതിനിടയിലുണ്ടായ തീപിടുത്തത്തിലാണ് ഷേർഷാ സൂരിയുടെ മരണം സംഭവിക്കുന്നത്. ഷേർഷായുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബീഹാറിലെ സസാറം എന്ന് നമ്മൾ ഓർക്കുക കേട്ടോ. സസാറമാണ്. ഷേർഷായുടെ ഭരണത്തെക്കുറിച്ച് അബ്ബാസ് ഖാൻ സർവാനി എന്ന് പറയുന്ന ഒരു വ്യക്തി രചിച്ച കൃതിയാണ് താരീഖ് ഇ ഷേർഷാ എന്ന് പറയില്ല. താരീഖ് ഇ ഷേർഷാഹി എന്ന് പറയുന്നത് ഷേർഷയുടെ ഭരണത്തെക്കുറിച്ച് അബ്ബാസ് ഖാൻ സർവാനി എന്ന് പറഞ്ഞ വ്യക്തി രചിച്ചിട്ടുള്ളൊരു കൃതിയാണ്. ഷേർഷയുടെ പിൻഗാമിയായിട്ട് 1545 മുതൽ 1554 വരെ ഭരിച്ച ഒരു വ്യക്തിയാണ് ഇസ്ലാം ഷാ എന്ന് പറയും. ഷേർഷയുടെ പിൻഗാമി ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഇസ്ലാം ഷാ എന്ന് പറയും. ഏറ്റവും കൂടുതൽ കാലം സൂർ രാജവംശം ഭരിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ഇസ്ലാം ഷായാണ്. 1555 ഈ പറയുന്ന ഇസ്ലാം ഷായുടെ പിൻഗാമിയായിട്ടുള്ള സിക്കന്ദർ ഷാ എന്ന് പറയുന്നൊരു സൂര്യയുണ്ട്. സിക്കന്ദർ ഷാ സൂരിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഡൽഹിയുടെ അധികാരം 1555 ഹുമയൂൺ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ ഡൽഹിയുടെ അധികാരം ഹുമയൂൺ തിരിച്ചു പിടിക്കുന്നത് 1555 സൂർവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതാണ് ആദിൽ ഷാ സൂരി എന്ന് പറയും. ഈ ആദിൽ ഷാ സൂരിയുടെ സേനാനായകനായിരുന്ന ഹേമചന്ദ്ര അഥവാ ഹെമുവിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അക്ബർ അധികാരം സ്ഥാപിച്ചെടുക്കുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് സിഖ് മതത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടോ അല്ലെ. സിഖ് മതം എന്ന് പറഞ്ഞൊരു മതത്തെക്കുറിച്ചും കൂടി നമ്മളിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സിഖ് മതത്തെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ആധുനിക ഭാരതത്തിലെ ഏറ്റവും ഒടുവിൽ വന്ന മതങ്ങളിലൊന്നാണ് സിഖ് മതം എന്നാണ് പറയുന്നത് അല്ലെ. ഭാരതത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മതവുമാണ് സിഖ് മതം. സിഖ് മതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു മതമാണ് സിഖ് മതമെന്ന് നമുക്കറിയാം. ആധുനിക ഭാരതത്തിലെ
അതിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ജനവിഭാഗവുമാണ് സിഖുകാരെന്ന് നമുക്കറിയാം. ഈ സിഖ് മതത്തിൻ്റെ സ്ഥാപകൻ്റെ പേര് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നൊരു പേരാണ് ഗുരു നാനാക്ക് എന്നാണ് പറയുന്നത്. ഗുരു നാനാക്ക്. ഇദ്ദേഹം ബാബറുടെ സമകാലികനായിരുന്ന വ്യക്തിയായിരുന്നു അല്ലെ. ബാബറുടെ സമകാലികനായിരുന്ന ഗുരു നാനാക്കാണ് സിഖ് മതം സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷമായിട്ട് കണക്കാക്കുന്നത് 1469 1469 തൽവണ്ടി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് അല്ലെ. തൽവണ്ടി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. നങ്കാണ എന്നതാണ് സ്ഥലം. ലാഹോറിനടുത്താണ് ഈ സ്ഥലമുള്ളത്. സിഖ് മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിലാണ് സിഖ് മതം വിശ്വസിക്കുന്നത്. ഏകദൈവമാണ് എന്നാണ് സിഖ് മതം വിശ്വസിക്കുന്നത്. ബിംബ ആരാധനയെ ഇത് എതിർക്കുന്നുണ്ട്. അതേപോലെ തീർത്ഥാടനത്തെയും ഇത് എതിർക്കുന്നുണ്ട്. അപ്പോൾ ബിംബാരാധനയെയും തീർത്ഥാടനത്തെയും എതിർക്കുന്ന ഒരു മതമാണ് സിഖ് മതം. ദൈവത്തിലേക്ക് എത്താനായിട്ട് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശുദ്ധി വേണമെന്നുള്ള അഭിപ്രായമുള്ള വ്യക്തിയായിരുന്നു ഗുരുനാനാക്ക്. ഈ ഗുരുനാനാക്കിനെയാണ് നമ്മൾ സിഖ് മതത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭജൻസ് അല്ലെങ്കിൽ ഭജനപ്പാട്ടുകൾ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിരുന്നു. ഗുരുനാനാക്കിൻ്റെ ഭജനകൾക്ക് മർദാന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുയായി വായിക്കുന്ന ഒരു റബബ് എന്ന് പറയുന്ന ഒരു ഉപകരണത്തിൽ വായിക്കുന്ന ഒരു സംഗീതവും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നായിരുന്നു. ഗുരു നാനാക്കിന് ശേഷം ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന അടുത്ത പേര് ഗുരു അംഗദിൻ്റെ പേരാണ് അല്ലെ. ഗുരു അംഗദ്. ആരാണ് ഗുരു അംഗദ് എന്ന് നമുക്ക് നോക്കാം. അംഗദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? ഇദ്ദേഹം ഗുരുനാനാക്കിന് ശേഷം സിഖ് മതത്തിൻ്റെ ഗുരുസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ഗുരു അംഗദൻ അല്ല. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ലഹന എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അല്ലേ. ലഹന എന്നായിരുന്നു രണ്ടാമത്തെ സിഖ് ഗുരുവായ അംഗദിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്. ഈ അംഗദ് കണ്ടുപിടിച്ചൊരു ലിപിയുണ്ട്. ആ ലിപിയുടെ പേരാണ് ഗുരുമുഖി എന്ന് പറയുന്നൊരു ലിപിയാണ്. പഞ്ചാബികളുടെ ഔദ്യോഗിക ഭാഷയാണ് ഗുരുമുഖി എന്ന് പറയുന്നത്. ആ ഗുരുമുഖി ഭാഷയുടെ ഉപജ്ഞാതാവാണ് ഗുരു അംഗദ്. ഗുരു നാനാക്കിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയത് മറ്റാരുമായിരുന്നില്ല, ഈ പറയുന്ന അംഗദ് ആയിരുന്നു ഗുരുനാനാക്കിൻ്റെ ജീവചരിത്രം തയ്യാറാക്കിയത്. അതേപോലെ കമ്മ്യൂണിറ്റി കിച്ചൺ സമ്പ്രദായം എന്ന് പറയുന്ന ലങ്കാർ എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ലങ്കാർ സമ്പ്രദായം. ആ ലങ്കാർ സമ്പ്രദായം വിപുലമാക്കിയത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ഗുരു അംഗദാണ്. ഗുരു അംഗദിന് ശേഷം വന്ന മൂന്നാമത്തെ സിഖ് ഗുരുവാണ് അമർദാസ് എന്ന് പറയുന്ന ഗുരു. ഗുരു അമർദാസ് ആണ് മൂന്നാമത്തെ സിഖ് ഗുരു. ആ ഗുരു അമർദാസ് പല സമ്പ്രദായങ്ങളെയും എതിർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ സമ്പ്രദായത്തെ എതിർത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം എതിർത്ത് പർദാസ് സമ്പ്രദായത്തെ എതിർത്തു, സതീ സമ്പ്രദായത്തേക്ക് എതിർത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കേട്ടോ. ഇദ്ദേഹം ആരുടെ സുഹൃത്തായിരുന്നു വെച്ചാൽ നമ്മുടെ അക്ബർ ചക്രവർത്തിയിലെ മഹാനായ അക്ബർ ചക്രവർത്തി ഉണ്ടല്ലോ, ആ അക്ബർ ചക്രവർത്തിയുടെ ആരായിരുന്നു ഇദ്ദേഹം? അക്ബർ ചക്രവർത്തിയുടെ വളരെ അടുത്ത സ്നേഹിതനായിരുന്നു ഗുരു അമർദാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമർദാസ് എന്നുള്ള ഗുരുവിനെ അക്ബർ ചക്രവർത്തി ദാനമായിട്ട് കുറേ ഭൂപ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദാനമായിട്ട് കൊടുത്ത ഭൂപ്രദേശത്ത് അമർദാസിൻ്റെ മരണശേഷം അവിടെ ഒരു നഗരം പണി കഴിപ്പിച്ചു. ഈ നഗരമാണ് അമൃതസർ എന്ന് പറയുന്ന നഗരം. ഈ അമൃതസർ നഗരം പണി കഴിപ്പിച്ച വ്യക്തിയാണ് ഗുരു രാമദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു രാംദാസ് പണി കഴിപ്പിച്ച നഗരമാണ് അമൃതസർ എന്ന് പറയുന്ന ഒരു നഗരം. സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ പുണ്യസ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അമൃതസർ എന്ന നഗരമാണ്. അതിനുശേഷം വന്ന ഗുരുദേവിൻ്റെ പേരാണ് ഗുരു അർജുൻ ദേവ് എന്നാണ് പറയുന്നത്. ഗുരു അർജുൻ ദേവ്. അർജുൻ ദേവ് ചെയ്ത പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ അമൃതസർ എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്തു? സുവർണ്ണക്ഷേത്രം പണികഴിപ്പിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ ഹർമന്ദർ സാഹിബ് എന്ന് പറയുന്ന സുവർണ്ണക്ഷേത്രം പണികഴിപ്പിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ഗുരുവാണ് ഗുരു അർജുൻ ദേവ് എന്ന് പറയുന്നത്. ഹർമന്ദർ സാഹിബ് എന്നറിയപ്പെട്ടിരുന്നത് അമൃതസറിലെ സുവർണ്ണക്ഷേത്രമാണ്. അതേപോലെ സിഖ് മതഗ്രന്ഥമായിട്ടുള്ള ആദിഗ്രന്ഥ് അതല്ലെങ്കിൽ അതിന് ഒരു ഗുരുഗ്രന്ഥ സാഹിബ് എന്ന് പറയും. ഇപ്പോൾ ഗുരുഗ്രന്ഥ സാഹിബ് അഥവാ ആദിഗ്രന്ഥിനെ ക്രോഡീകരിച്ചത് അർജുൻ ദേവ് എന്നുള്ള ചക്രവർത്തിയാണ് അല്ലെങ്കിൽ അർജുൻ ദേവ് എന്നുള്ള ഗുരുവാണ്. ഈ അർജുൻ ദേവ് എന്ന ഗുരു വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ വധിച്ചത് മുഗൾ രാജാവായ ജഹാംഗീറാണ്. ജഹാംഗീർ വധിക്കുവാൻ കാരണം ജഹാംഗീറിൻ്റെ പുത്രൻ ഖുസ്രു എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് കേട്ടോ. ജഹാംഗീറിൻ്റെ പുത്രനായ ഖുസ്രു. ആ ജഹാംഗീറിൻ്റെ പുത്രനായ ഖുസ്രു ജഹാംഗീറിനെതിരായിട്ട് കലാപം നടത്തുന്നതിനെ പ്രേരണ നൽകിയത് സിഖ് ഗുരുവായ അർജുൻ ദേവാണെന്നുള്ള ചിന്തയാലാണ് അർജുൻ ദേവ് എന്നുള്ള സിഖ് ഗുരുവിനെ ജഹാംഗീർ വധിച്ചത്. അടുത്ത ഗുരുവിൻ്റെ പേരാണ് ഗുരു ഹർഗോവിന്ദ് എന്നാണ് അല്ലേ. ഗുരു ഹർഗോവിന്ദ്. ഗുരു ഹർഗോവിന്ദിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? സിഖുകാരെ ഒരു സൈനിക ശക്തിയാക്കി മാറ്റിയ ഗുരുവാണ് ആര്? ഗുരു ഹർഗോവിന്ദ് എന്ന് പറയാം നമുക്കല്ലേ. സിഖുകാരെ ഒരു സൈനിക ശക്തിയാക്കി മാറ്റിയ ഗുരുവാണ് ഗുരു ഹർഗോവിന്ദ്. ആത്മീയ നേതാവ് എന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു രാഷ്ട്രീയ നേതാവായിട്ട് ഉയർന്നു വന്ന ആദ്യത്തെ ഗുരുവാണ് ഇദ്ദേഹം. കാരണം ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന അർജുൻ ദേവിനെ സിഖ് ഗുരുവായിരുന്ന അർജുൻ ദേവിനെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ വധിക്കുകയുണ്ടായി. അതേ തുടർന്ന് സിഖുകാർക്ക് ഈ പറയുന്ന മുഗൾ സാമ്രാജ്യത്തോട് തീർത്താൽ തീരാത്തൊരു പ്രതികാര വാഞ്ചയുണ്ടാവുകയും ആ പ്രതികാര വാഞ്ചയുടെ അടിസ്ഥാനത്തിൽ ഹർഗോവിന്ദ് സിഖ് സമുദായത്തെ ഒരു
തീവ്ര വിഭാഗമായിട്ട് മാറ്റി, ഒരു മിലിറ്റൻ്റ് ഗ്രൂപ്പായിട്ട് മാറ്റി, പട്ടാള ചിട്ടയോടുകൂടിയുള്ള പരിശീലനം നൽകി, പട്ടാള കുപ്പായങ്ങൾ ധരിച്ചു, കയ്യിൽ വാളേന്തിക്കൊണ്ടുള്ള ഏതു സമയത്തും പോരാളിയായി മാറുന്ന രീതിയിലുള്ള ഒരു സിഖ് സമുദായത്തെ വാർത്തെടുത്തത് ഗുരു ഹർഗോവിന്ദിൻ്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആത്മീയ നേതാവ് എന്നതിലുപരിയായിട്ട് രാഷ്ട്രീയ നേതാവായിട്ട് ഉയർന്നു വന്ന, അല്ലെങ്കിൽ സൈനിക നേതാവായിട്ട് ഉയർന്നു വന്ന ഒരു ഗുരുവെന്ന് വിളിക്കുന്നത്. കാരണം സൈനിക യൂണിഫോം നയിച്ച ഒരേ ഒരു സിഖ് ഗുരുവെന്ന് പറയുന്നത് ഹർഗോവിന്ദ് ആയിരുന്നു. അടുത്ത 7ാമത്തെ സിഖ് ഗുരുവിൻ്റെ പേരാണ് ഹർ റായി എന്നാണ് പറയുന്നത്. ഹർ റായി അതായത് മുഗൾ രാജകുമാരനായ ദാരാ ഷിക്കോ ഉണ്ടല്ലോ, മുഗൾ രാജകുമാരനായ ദാരാ ഷിക്കോത്തിന് അഭയം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ആരായിരുന്നു? ഗുരു ഹർ റായി ആയിരുന്നു. ഇദ്ദേഹം നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടല്ലോ, മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ഉണ്ടല്ലോ, ആ ഷാജഹാൻ ചക്രവർത്തിയായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഹർ റായി എന്ന് പറയുന്ന സിഖ് ഗുരു. ഷാജഹാൻ്റെ സുഹൃത്തായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ദാരാ ഷിക്കോയ്ക്ക് നിർണായക ഘട്ടങ്ങളെല്ലാം അഭയം നൽകിയ ഒരു സിഖ് ഗുരുവും ഈ പറയുന്ന ഹർ റായി ആയിരുന്നു. ഹർ റായിക്ക് ശേഷം ഗുരുവായ വ്യക്തിയുടെ പേരാണ് ഹർകിഷൻ എന്നാണ് പറഞ്ഞത്. ഹർകിഷൻ 8ാമത്തെ സിഖ് ഗുരുവാണ് ഹർകിഷൻ. ഏറ്റവും പ്രായം കുറഞ്ഞ സിഖ് ഗുരുവായിട്ടാണ് ഹർകിഷൻ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ സിഖ് ഗുരുവാണ് ഹർകിഷൻ. ഇദ്ദേഹത്തിന് 5 വയസ്സ് മാത്രം പ്രായമുണ്ടായപ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ സിഖ് ഗുരു എന്നുള്ള പദവിയിലേക്ക് എത്തപ്പെട്ട വ്യക്തിയും കൂടിയാണെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഗുരു ഹർകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് 9ാമത്തെ സിഖ് ഗുരുവാണ്. 9ാമത്തെ സിഖ് ഗുരുവിൻ്റെ പേരാണ് ഗുരു തേജ് ബഹദൂർ എന്ന് പറയും. ഗുരു തേജ് ബഹദൂറാണ് 9ാമത്തെ സിഖ് ഗുരു. ഇദ്ദേഹം സിഖ് മതത്തിൻ്റെ പ്രചാരകനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതായത് സിഖ് മതത്തെ പഞ്ചാബിന് പുറമെ ബീഹാറിലും അസമിലും വരെ പ്രചരിപ്പിക്കുവാനായിട്ട് മുൻകൈയെടുത്ത വ്യക്തിയാണ് സിഖ് ഗുരുവായ തേജ് ബഹദൂർ. ഇദ്ദേഹം ഈ ഇസ്ലാം മതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചതിനെ തുടർന്ന് മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബ് വധിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത്. മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരുവാണ് ഗുരു ഗോവിന്ദ് സിംഗ് അല്ല, ഗുരു തേജ് ബഹദൂർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള സിഖ് ഗുരു ആരെന്ന് ചോദിച്ചാൽ അത് ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. 10ാമത്തെയും അവസാനത്തെയും സിഖ് ഗുരുവെന്നാണ് ഗുരു ഗോവിന്ദ് സിംഗ് അറിയപ്പെടുന്നത്. സിഖുകാരുടെ പേരിനൊപ്പം സിംഗ് എന്ന് കൂട്ടിച്ചേർക്കുന്ന ഒരു രീതി ആരംഭിച്ചത് ഇദ്ദേഹമാണ്. സിംഗ് എന്ന പേരിൻ്റെ അർത്ഥം സിംഹം എന്നാണ് കേട്ടോ. സിംഹം എന്നാണ് സിംഗ് എന്നുള്ള പേരിൻ്റെ അർത്ഥം. സിഖുകാരുടെ വിഖ്യാത സംഘടന അത് നമുക്കറിയാവുന്നത് ഖൽസ എന്നാണ് പറയുന്നത്. ഖൽസ എന്ന് പറയുന്നത് സിഖുകാരുടെ ഒരു വിഖ്യാതമായ സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ്. അത് സ്ഥാപിച്ചത് ഈ പറയുന്ന ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. ഇതേപോലെ ഇദ്ദേഹം പ്രഖ്യാപിച്ചു എന്താണ്? ഇനി 10ാമത്തെ ഗുരുവായ ഞാനാണ്, എനിക്ക് ശേഷം ഇനി ഗുരുവില്ല. ഇനി ഗുരുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവിൻ്റെ ഗ്രന്ഥമായ ആദ്യം ഗ്രന്ഥത്തിന് നൽകണമെന്ന് പറഞ്ഞ വ്യക്തി ഈ പറയുന്ന ഗുരു ആരായിരുന്നു? ഗുരു ഗോവിന്ദ് സിംഗ് ആയിരുന്നു. ഇദ്ദേഹമാണ് 5 Kകൾ, അതായത് 5K എന്ന് പറയുന്ന 5K എന്ന് പറയുന്ന 5Kയിൽ 1ാമത്തെ K എന്താണ്? നമ്മൾ പറയുന്ന എന്താണ്? പല കാര്യങ്ങൾ നമ്മൾ പറയാനല്ലേ. കേശം എന്ന് പറയുന്ന ഒന്ന് പറയുന്നത് കേശം, അതായത് കേശം എന്ന് വെച്ചാൽ എന്താണ്? കേശം നമുക്കറിയാം എന്താണ് കേശം. കേശം വെച്ചാൽ തലമുടിക്കാണ് നമ്മൾ കേശം എന്ന് പറയുന്നത്. അപ്പോൾ കേശം എന്ന് പറയുന്നത് ഒരു സിഖുകാരന് വേണം. അതായത് സിഖുകാരൻ തലപ്പാവ് വെച്ച് നടക്കുന്നത് കണ്ടിട്ടില്ലേ? മുടികെട്ടിയ സിഖുകാരെ കണ്ടിട്ടില്ലേ? ഹർഭജൻ സിംഗിനെയൊക്കെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നവജോത് സിംഗ് സിദ്ധുവിനെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ മുടികെട്ടി നടക്കുന്നത്. അപ്പോൾ ഒരു സിഖുകാരൻ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും മിനിമം മുടികെട്ടി നടക്കുന്ന ഒരാളാണ് കേശം എന്ന് പറയുന്നത്. പിന്നെയോ അത് ഈരി വൃത്തിയാക്കി കെട്ടിവെക്കുന്നതിന് എന്ത് വേണം? അവർക്കൊരു ചീപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അതാണ് കങ്ക എന്ന് പറയുന്നത് അല്ലേ. കങ്കി അല്ലെങ്കിൽ കങ്ക എന്ന് പറയും. അപ്പോൾ കേശം വേണം, കങ്കി വേണം. അതുകൂടാതെ ഇവരുടെ കൈവശം എന്തുണ്ടാവണം? എപ്പോഴും ഒരു കട എന്ന് പറഞ്ഞൊരു വള, നമ്മളൊരു ഇടിവള പോലത്തെ ഒരു വള ഈ സിഖുകാരുടെ കൈവശം എപ്പോഴും ഉണ്ടാകും കേട്ടോ. കട ഉണ്ടാവണം, കേശം, കങ്ക, കട. പിന്നെന്ത് വേണം ഇവർക്ക്? കച്ച എന്ന് പറയുന്നുണ്ട്. കച്ച അതായത് യുദ്ധോത്സുകമായിട്ട് ഏത് സമയത്തും ഒരു യുദ്ധമാകേയമായ വേഷം, അതാണ് കച്ച എന്ന് പറയുന്നത്. അങ്ങനെ കച്ച കെട്ടിയിട്ടുള്ള ഒരാളായിരിക്കണം, യുദ്ധക്കച്ച കെട്ടിയിട്ടുള്ള ഒരാളായിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നതാണ് കയ്യിലൊരു വാള് പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരാണെന്ത്? കൃപാൺ എന്ന് പറയും. ഇപ്പോൾ കൃപാൺ എന്ന് പറയുന്ന ഒരു വാള് ഇവരുടെ കൈവശം ഉണ്ടാവേണ്ടതാണ് എന്നും ആര് പറയുന്നുണ്ട്? ഈ ഗുരു ഗോവിന്ദ് സിംഗ് പറയുന്നുണ്ട്. അങ്ങനെ കേശം, കങ്കി, കട, കച്ച, കൃപാൺ എന്നിങ്ങനെയുള്ള 5 Kകൾ ധരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം സിഖുകാരൻ, അല്ലെങ്കിൽ സിഖുകാരുടെ ലീഡർ, അല്ലെങ്കിൽ ഒരു സിഖുകാരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗുരു ഗോവിന്ദ് സിംഗ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് സിഖുകാരുടെ വിഖ്യാത സംഘടനയായിട്ടുള്ള ഖൽസ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനുശേഷം എന്ത് ചെയ്തു? സിഖ് സാമ്രാജ്യം പല കഷ്ണങ്ങളായിട്ട് പിരിഞ്ഞുപോയി. ഗുരുക്കന്മാരുടെ മരണശേഷം പല കാര്യങ്ങളായിട്ട് പിരിഞ്ഞുപോയി. ബന്ദാ ബഹദൂർ ലീഡറായിട്ട് വരുന്നുണ്ട്. ബന്ദാ ബഹദൂറിന് ശേഷം കപൂർ സിംഗ് വരുന്നുണ്ട്. കപൂർ സിംഗിന് ശേഷം ഈ സിഖ് വിഭാഗത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുവരാൻ നോക്കിയ വ്യക്തി എന്ന് വെച്ചാൽ രാജാ രഞ്ജിത്ത് സിംഗ് ആയിരുന്നു. അങ്ങനെ രഞ്ജിത്ത് സിംഗിൻ്റെ കാലത്താണ് വിശാലമായൊരു സിഖ് സാമ്രാജ്യമൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. ഇദ്ദേഹം അറിയപ്പെട്ട പേര് നമുക്കറിയാം, പഞ്ചാബ് സിംഹം എന്നാണ് രഞ്ജിത്ത് സിംഗ് അറിയപ്പെട്ടത് നമുക്കറിയാം. ഇതേപോലെ രഞ്ജിത്ത് സിംഗും
ഒരു ഗവർണർ ജനറലായിരുന്ന ബ്രിട്ടീഷ് ജനറലായിരുന്ന ചാൾസ് മെറ്റ്കാഫും തമ്മിൽ ഒപ്പുവെച്ചൊരു ഉടമ്പടിയുണ്ട്. അതാണ് അമൃത്സർ ഉടമ്പടി എന്ന് പറയുന്നത്. പരസ്പരം ആക്രമിക്കുകയില്ല എന്നുള്ളതായിരുന്നു രാജാ രഞ്ജിത്ത് സിംഗും ചാൾസ് മെറ്റ്കഫയും തമ്മിൽ ഒപ്പുവെച്ച ഈ അമൃത്സർ ഉടമ്പടിയുടെ പൊരുൾ എന്ന് പറയുന്നത്. രഞ്ജിത്ത് സിംഗിൻ്റെ മരണശേഷം 1849 കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധമുണ്ട്. ആ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഉടമ്പടിയാണ് 1846 ലാഹോർ ഉടമ്പടി എന്ന് പറയുന്നത്. 1845-1846 കാലഘട്ടത്തിൽ നടന്ന ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഉടമ്പടിയെ ആണ് നമ്മൾ ഏത് ഉടമ്പടി എന്ന് വിളിക്കുന്നത്? ലാഹോർ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ആംഗ്ലോ സിഖ് യുദ്ധം നടന്ന കാലഘട്ടമാണ് 1848-1849 കാലഘട്ടം എന്ന് പറയുന്നത്. 1848-1849 കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്ന കാലഘട്ടമാണ്. 1848-1849 കാലഘട്ടം എന്ന് പറയുന്നത് പഞ്ചാബ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറിയ, അല്ലെങ്കിൽ പഞ്ചാബിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ യുദ്ധമാണ് ഈ പറയുന്ന രണ്ടാം ആംഗ്ലോ പഞ്ചാബ് വാർ എന്ന് പറയുന്ന വാർ. പാസീസ് അക്കാഡമി നൽകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്